നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വേവ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പം പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് ഹോമോജീനിയസ് സ്ട്രിംഗ് ഓഫ് ലെങ്ത് എൽ വിത്ത് ഇറ്റ്സ് ഫിക്സഡ് എൻഡ് at x equal to 0 and x equal to L executes transverse vibrations. Motion starts with initial velocity with zero initial velocity by displacing the string into the form f of x equal to k into x square minus x cube. Find the deflection u of xt at any time t. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ മൊഡ്യൂൾ പഠിക്കാനുള്ള രണ്ട് കേസാണ്. ഒന്ന് വേവ്, രണ്ടാമത്തത് ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് വേവ് ആണ്, രണ്ടാമത്തത് ഹീറ്റാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്ത് മാത്രമാണ്? വേവ് മാത്രമാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ വേറെ കൺഫ്യൂഷൻസ് വരാനില്ല. പക്ഷേ എക്സാമിന് ഈ മൊഡ്യൂളിന് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേവ് എന്നാണോ ഹീറ്റ് എന്നാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്ട്രിങ് തരുന്ന കേസിൽ, സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ പ്രോബ്ലം ഏതാണ്? വൈബ്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് വൈബ്രേഷൻ ഓഫ് ഏതിൻ്റെ ഇക്വേഷനാണ്? സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വേവ് ഇക്വേഷൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും കാണേണ്ടി വരിക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേവ് ഇക്വേഷനായി ബന്ധപ്പെട്ടതാണ്. ദെൻ വേവ് ഇക്വേഷൻ ആണെങ്കിൽ എന്താണ് വേവ് ഇക്വേഷൻ എന്നുള്ളത് ഫസ്റ്റ് അവിടെ എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? യു ഓഫ് എക്സ് ടി അഥവാ ഡിഫ്ലക്ഷൻ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആ തന്നിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുക. ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. നമുക്കറിയുന്നതാണ്, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കണ്ട സംഭവമാണ് വേവ് ഇക്വേഷൻ. ദെൻ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന വേവ് ഇക്വേഷനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻസ് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ലെങ്ത് എത്രയാ? L ആണ്. ഓക്കെ, ഫിക്സ് ചെയ്യുന്ന എൻസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിലും എക്സ് ഈക്വൽ ടു L എന്ന് പറഞ്ഞ പോയിന്റിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതായത് 0 എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ് എനി ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ എത്രയാണ്? 0 ആണ്. അതുപോലെ യു ഓഫ് എൽ ടി എന്ന് വെച്ചാൽ സ്ട്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് L അറ്റ് എനി ടൈം ടി. രണ്ട് ഭാഗം ഫിക്സ് ചെയ്തതുകൊണ്ട് രണ്ട് ഭാഗത്തും എന്തില്ല? ഡിഫ്ലക്ഷൻസ് ഇല്ല. എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും? ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. ഇതാണ് നമ്മൾ എന്ത് വിളിച്ചത്? ബൗണ്ടറി കണ്ടീഷനായിട്ട് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ബൗണ്ടറി ബി വി കണ്ടീഷൻസ് എന്ന് പറയും. ഓക്കെ, ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ്. അപ്പോൾ ഈ കണ്ടീഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ഈ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ അങ്ങനെ തന്നെ നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഈ പ്രോബ്ലത്തിൽ ഞാനത് ഡിറൈവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പം ആ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഞാനത് കുറച്ചും കൂടി നല്ല തരവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രോബ്ലംസിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഡിറൈവ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് ബൗണ്ടറി കണ്ടീഷൻ. പിന്നെ ഇനീഷ്യൽ കണ്ടീഷൻ ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് മാറാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് മോഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യം നമ്മൾ സ്ട്രിങ്ങിന് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് പറയുന്നുണ്ട്? 0 ആണ് ഇനീഷ്യൽ വെലോസിറ്റി. ദാറ്റ് മീൻസ് ഡോ യു ബൈ ഡോ ടി അറ്റ് x0 എന്താണ്? 0 ആണ്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ സ്ട്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്നുള്ളത് പ്രത്യേകമായിട്ട് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ്, ആ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ഏതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്? ഒന്ന് ഇനീഷ്യൽ ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. രണ്ടാമത്തത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? 0 ആണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഡോ യു ബൈ ഡോ ടി ആണ്. വെലോസിറ്റി എന്ന് നമുക്കറിയാം, അത് അറ്റ് ടൈം ടി ഈക്വൽ ടു 0 എന്നുള്ളതിന് നമുക്ക് ഒന്നിക്കൽ ഈ രൂപത്തിലെടുക്കാം, ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിലും വേണമെങ്കിൽ എടുക്കാം, ടി ഈക്വൽ ടു 0 എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ ടി അറ്റ് x0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ടി ആണ്, ടി ഈക്വൽ ടു 0. സോ ഡോ യു ബൈ ഡോ ടി അറ്റ് x0 ഈക്വൽ ടു 0 അത് നമുക്ക് കിട്ടി. അതുപോലെ യു ഓഫ് x0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്. അത് അവർ തന്നിട്ടുണ്ട്. എന്താണ്? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണെന്ത്? യു ഓഫ് x0. യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഏത് പോയിന്റ്? എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ടൈം ടീനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? യു ഓഫ് എക്സ് ടി എന്ന് വിളിക്കുന്നത്. അത് ഇനീഷ്യലി എന്ന് പറയുമ്പോൾ ടി ഈക്വൽ ടു 0, അതാണ് യു ഓഫ് x0. ആ പൊസിഷൻ എത്രയാണ്? എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം എന്താ തന്നിട്ടുള്ളത്? കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്.
ഓക്കെ, ദെൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൊടുക്കുന്നു. അപ്പം 4 കണ്ടീഷൻസ് ടോട്ടൽ ഉണ്ടാവും, 2 ബൗണ്ടറി കണ്ടീഷൻ. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? സെയിം ആണ്. ജസ്റ്റ് നോക്കുക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ജനറൽ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും നമുക്ക് വേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ബൗണ്ടറി കണ്ടീഷൻസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കിട്ടുക അത് ഡയറക്റ്റ് പറഞ്ഞാൽ മതി. തൽക്കാലം ഞാനിവിടെ ആ ഡെറിവേഷൻ തന്നെ കൊടുക്കാം. അപ്പോൾ യു ഓഫ് എക്സ് ഈക്വൽ ടു ഈ പറഞ്ഞതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ C1 cos px പ്ലസ് C2 sin px ഇൻറ്റു C3 cos CPT പ്ലസ് C4 sin CPT. ഇതാണ് ജനറൽ ആയിട്ടുള്ള വേവിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുന്ന സമയത്ത് ബൗണ്ടറി കണ്ടീഷൻ എന്താ? ഫസ്റ്റ് കണ്ടീഷൻ യു ഓഫ് 0t, 0 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഫിക്സ് ചെയ്തതുകൊണ്ട് അറ്റ് എനി ടൈം t യു ഓഫ് 0t എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. സോ ഈ ഫാക്ടർ മാത്രം 0 ആവും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഈ ഫാക്ടർ 0 ആവില്ല. സോ എന്ത് മാത്രം 0 ആവുമല്ലോ? C1 0 ആവും. സോ നമുക്ക് എന്ത് കിട്ടി? യു ഓഫ് എക്സ് ടീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എക്സിന് വരെ എൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? P = n π/L എന്ന് വരും. ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ അതായത് ആദ്യം ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ C1 0 ആയി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ കംപ്ലീറ്റ് C1 ഉണ്ടാവില്ല. ദെൻ C2ൽ ഉള്ള ഇക്വേഷനാണ് നമ്മുടെ ജനറൽ ഇക്വേഷനായിട്ട് പിന്നെ വരിക. ദെൻ അതിൽ ആ ഇക്വേഷനിൽ യു ഓഫ് LT കൊടുക്കുന്ന സമയത്ത് എക്സിൻ്റെ സ്ഥാനത്ത് L കൊടുക്കുമ്പം ഇതൊരിക്കലും 0 ആവില്ല എന്നുള്ളത് നമുക്കറിയാം. ദെൻ ഈ ഫാക്ടർ മാത്രം C2 ഇൻറ്റു sin PL 0 ആവാം. എന്ന് വെച്ചാൽ C2 0 ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 ആവും. നമുക്കതിൻ്റെ കേസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഓൺലി പോസിബിലിറ്റി sin PL = 0. sin PL 0 ആവണമെങ്കിൽ PL എന്താവണം? nπ ആവണം. nπ ആണെങ്കിൽ P ആണ് നമ്മുടെ അൺനോൺ വാല്യൂ. L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അത് ക്വസ്റ്റ്യനിൽ സാധാരണ രീതിയിൽ തരും. ഇവിടെ ഇപ്പോൾ L ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ അങ്ങനെ എടുക്കുക. സോ P = nπ/L വേർ n = 1 2 3 അപ് ടു എത്രയാണെന്ന് വിചാരിച്ചാൽ. ഓക്കെ, സോ പിയും കിട്ടി, C1 കിട്ടി. ആ 2 വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എന്ത്? ജനറൽ ഇക്വേഷൻ. ദെൻ നമ്മൾ ഈ ഇക്വേഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു C2 C3 ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ ഇമ്പോസിഷൻ അടക്കം, അതായത് C2 C3നെ AN എന്നും C2 C4നെ BN എന്നും വിളിച്ചിട്ട് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്താക്കി? ജനറൽ സൊല്യൂഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്ട്രിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രോബ്ലം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇത്ര വരെ ബൗണ്ടറി കണ്ടീഷൻസ് എഴുതി വെക്കുക. ആ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്നുള്ളത് ഡയറക്റ്റ് യു ഓഫ് എക്സ് = സിഗ്മ n = 1 to infinity AN cos nπ Cnπ/L t പ്ലസ് BN sin Cnπt/L ഇൻറ്റു sin nπx/L. ആ ഇക്വേഷൻ അങ്ങനെ എഴുതി വെക്കുക. ദെൻ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? ദെൻ നമ്മൾ ഓരോ കണ്ടീഷൻസ് ആയിട്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇനീഷ്യൽ കണ്ടീഷൻ എന്താ? ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് t = എന്ത് കൊടുക്കുക? 0 കൊടുത്തു കഴിഞ്ഞാൽ k × x² - x³ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ t = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാം? t = 0 ആവുന്ന സമയത്ത് ഈ BN എന്ന് പറയുന്ന ടേം കംപ്ലീറ്റ് ആയിട്ട് എന്താവും? 0. കാരണം എന്താ? CnπT ആണ്. tക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ sin 0 എന്താവും? sin 0 എന്ന് പറയുന്നത് ഫാക്ടർ 0 ആണ്. സോ ഈ ഫാക്ടർ ക്യാൻസൽ ആവും. ദെൻ ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? cos 0 എന്ന് വരും. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ AN × sin nπx/L മാത്രമായിട്ട് വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഏത് ഫോമിലുള്ളത്? സം f of x = സിഗ്മ AN × sin nπx/L ഫോറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. ദെൻ AN കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. AN കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? which represent half range sine series where AN = 2/L integral 0 to L f of x into sin nπx/L dx. ഓക്കെ, ഇതാണ് നമ്മുടെ AN കണ്ടുപിടിക്കേണ്ടത്. ഈ ANൽ f of xന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ അത്? u of x0 ആ വാല്യൂ ആണ്. അതെന്ത് തന്നു? k × x² - x³. അപ്പോൾ ഇത് വാല്യൂ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ട പ്രോബ്ലം. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിക്ക് നിങ്ങളുടെ സാധാരണ മെത്തേഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന ഒരു ഇൻ്റഗ്രൽ ഫോർമുല ഉണ്ട്. ഏതാത്? ഇൻ്റഗ്രൽ f × g. ശ്രദ്ധിക്കണം, f എന്ന് പറയുന്നത് എന്തായിരിക്കണം? സം പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കണം. പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കണം. അതുപോലെ g എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? e⁻x അല്ലെങ്കിൽ sin x അല്ലെങ്കിൽ
കോസ് എക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫോംസ് ഇ പവർ 2x 3x പ്ലസ് സി അങ്ങനെയൊക്കെ വരുന്ന ഇ പവർ ഒരു ഫാക്ടർ അല്ലെങ്കിൽ സൈൻ ഓഫ് എ ഫാക്ടർ അല്ലെങ്കിൽ കോസ് ഓഫ് എ ഫാക്ടർ ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടി ഒന്ന് ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്റഗ്രൽ എഫ് ഇൻറ്റു ജി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇന്റഗ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് എഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ജി മൈനസ് എഫ് ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, എഫിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഇൻറ്റു എന്ത് ചെയ്യുക, ഈ ഇന്റഗ്രേറ്റ് ചെയ്ത ഇന്റഗ്രൽ ജി എന്ന് പറയുന്ന ഫാക്ടറിനെ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓഫ് ജി പ്ലസ് സൈൻ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പോസിറ്റീവ് ദെൻ നെഗറ്റീവ് ദെൻ പ്ലസ് എഫ് ഡാഷ് കിട്ടി. എഫ് ഡാഷിന് വീണ്ടും എന്ത് ചെയ്യാം, ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഡബിൾ ഇന്റഗ്രൽ ജി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ എന്ത് ചെയ്യാം, ട്രിപ്പിൾ ഇന്റഗ്രൽ ജി അഗെയിൻ മൈനസ് അടുത്ത ഫാക്ടർ എന്തായിരിക്കും, ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, F3 ഇൻറ്റു ഇതിന് എത്ര തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, 3 ടൈംസ് ഓൾറെഡി ഉണ്ട്, അതിന് ഒന്നും കൂടി 4 ടൈംസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എത്ര വരെ, ഈ പറഞ്ഞിരിക്കുന്ന ഡെറിവേറ്റീവ് 0 ആവുന്നത് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ ഇപ്പം എന്താ, കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോളിനോമിയലാണ്. കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. സോ കെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുക്കാം. സോ കെ ഇൻറ്റു 2/L 2k/L ആയി. ബാക്കി ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ഇതിനെ എഫ് ആയിട്ടും ഇതിനെ എന്താക്കുക, ജി ആയിട്ട് എടുത്തിട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് എഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഏത് വരും, ഇൻ്റഗ്രൽ ജി ആണ്. ഇൻ്റഗ്രൽ ജി എന്ന് പറഞ്ഞാൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ഇൻ്റഗ്രൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്താ വരിക, എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സൈനിൻ്റെത് മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എന്തുണ്ടാവും, ഈ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റന്റ്. ഓക്കെ, ഏതൊക്കെ വരും, എൻ പൈ എക്സ് ബൈ എല്ലിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് എൻ പൈ ബൈ എൽ ആണ്. ഓക്കെ, എൻ പൈ ബൈ എൽ, അതുകൊണ്ട് അതിന് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, മൈനസ് ദെൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 2x എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് എക്സ് ക്യൂബിൻ്റെത് 3x സ്ക്വയർ ഇൻറ്റു എന്ത് വരും, ഇൻറ്റു അഗെയിൻ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡ് ബൈ എൻ പൈ എക്സ് ബൈ എല്ലിനെ വീണ്ടും ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ, ഇതിനെ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ ഈ 1/n/l ഔട്ട് സൈഡ് ഉണ്ടാവും. 1/n/l ഇൻറ്റു ആ ഇൻ്റഗ്രേഷൻ മാത്രം ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. 1/n/l ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ പൈ എക്സ്. ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ പൈ എക്സിൽ നെഗറ്റീവ് പുറത്തെടുക്കാം. കോസിൻ്റെ എന്താ, സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എന്തുണ്ടാവും, അഗെയിൻ നമ്മുടെ കോൺസ്റ്റന്റ് എൻ പൈ ബൈ എൽ. അപ്പോൾ ഇവിടെ ഒരു എൻ പൈ എൽ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു എൻ പൈ എൽ. അതാണ് എന്തായിട്ട് മാറിയത്, എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും തന്നെ എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അഗെയിൻ ഡിഫറൻസിയേഷനും പോസിബിൾ ആണ്. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടറിന്റെ ഡെറിവേറ്റീവ് കണ്ടു നോക്കുക. എങ്ങനെ വരും, ഡെറിവേറ്റീവ് ഓഫ് 2x മൈനസ് 3x സ്ക്വയർ ആണ്. ഡെറിവേറ്റീവ് ഓഫ് 2x എന്താ, 2 ആണ്, മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 3x സ്ക്വയർ. 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 6x ആണ്. സോ 2 മൈനസ് 6 ഇൻറ്റു എക്സ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താവും, ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ ഉണ്ട്. നമുക്കറിയാം നേരത്തെ പോലെ എന്ത് ചെയ്യുക, ഈ ഹോൾ സ്ക്വയർ ആയിട്ട് ഇതിനെ പുറത്തെടുക്കുക. ഈ ഇൻ്റഗ്രൽ എന്താവും, മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ അത് കോസ് ആവും. കാരണം എന്താ, മൈനസ് സൈൻ എക്സ് ആണെങ്കിൽ മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, കോസ് എക്സ് ആണ്. സോ കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ അഗെയിൻ എന്ത് ഫാക്ടർ ഉണ്ടാവും, എൻ പൈ ബൈ എൽ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളതിൻ്റെ കൂടെ എന്തും കൂടി എന്തുണ്ടാവും, ഇൻറ്റു 1/n/l എന്ന് പറഞ്ഞ ഫാക്ടർ. അപ്പോൾ എത്ര വരും, 1/n/l പവർ 3 വരും. ദെൻ ഇവിടെ വീണ്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം അഗെയിൻ 6x എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്, അതിനെ വീണ്ടും എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി അങ്ങോട്ടേക്ക് പോകും. സോ അടുത്ത സ്റ്റെപ്പാണ് ഏത് രൂപത്തിൽ വരിക, 2 മൈനസ് 6xൻ്റെ ഡെറിവേറ്റീവ് ആണ് അടുത്ത് നമ്മൾ എഴുതേണ്ടത്. ആ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 6xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 6 ആണ്. സോ നെഗറ്റീവ് ഓഫ് -6 ഇൻറ്റു എന്ത് വരും, ഇൻറ്റു അഗെയിൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എല്ലിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്ത് വരും,
കോസിൻ്റെത് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എന്ത് ഫാക്ടർ ഉണ്ടാവും ഇവിടെ ഓൾറെഡി എൻ പൈ ബൈ എൽ ഹോൾ ക്യൂബ് ഓൾറെഡി അവിടെ ഉണ്ട്. ദെൻ ഇവിടുത്തെ കോസ് എൻ പൈ എക്സ് ബൈ എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് കൂടി നമുക്ക് ഡിനോമിനേറ്ററിൽ വരും എൻ പൈ എക്സ് ബൈ എൽ. അതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താവും എൻ പൈ എക്സ് ബൈ എൽ ഹോൾ പവർ 4 വരും. ഓക്കെ, എൻ പൈ ബൈ എൽ ഹോൾ പവർ 4 കൂടി അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് ദെൻ എന്ത് ചെയ്യാം, ദെൻ ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്, ലിമിറ്റ് അപ്ലൈ ചെയ്യാം, എല്ലും കൊടുക്കുക സീറോവും കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും, ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ ഫസ്റ്റ് ഫാക്ടർ, ദെൻ രണ്ടാമത്തെ ഫാക്ടർ എങ്ങനെ വരും, രണ്ടാമത്തെ ഫാക്ടറിൽ നിങ്ങൾ എല്ല് കൊടുത്താൽ എന്താ വരിക നോക്കാം, ഒന്ന് ആലോചിച്ച് നോക്കാം. ഓരോന്നും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സിംപ്ലിഫൈഡ് ഫോമിൽ ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, അതുപോലെ എൽ അപ്ലൈ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്, ദെൻ സീറോ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫാക്ടർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. എൽ എക്സിൻ്റെ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, സൈൻ എൻ പൈ എൽ ബൈ എൽ വരും അല്ലേ. സൈൻ എൻ പൈ ഇവിടെ കൊടുക്കുന്ന സമയത്ത് മൈനസ് സൈൻ എൻ പൈ എൽ ബൈ എൽ വരും. ഈ എല്ലും എല്ലാം എന്താവും, ക്യാൻസൽ ആവും. സൈൻ എൻ പൈയുടെ വാല്യൂ എത്രയാണ്, സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഈ ടേമിന് എൽ എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഈ ഫാക്ടർ കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകും, 0. ഓക്കെ, ദെൻ അഗെയിൻ എന്തെടുക്കുക, ഇനി അതേപോലെ ലോവർ ലിമിറ്റ് എന്താ, 0 കൂടി ഇതിനകത്ത് കൊടുക്കണമല്ലോ. ടോട്ടൽ 8 ഫാക്ടർ ഉണ്ടാവും. അപ്പർ ലിമിറ്റിൽ 4 വാല്യൂസിന് കൊടുക്കുക, ദെൻ മൈനസ് ഓഫ് ലോവർ ലിമിറ്റിലെ 4 വാല്യൂ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം ജസ്റ്റ് അവിടെ സെപ്പറേറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളത് കൃത്യമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക. ഇവിടെ ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രം നോക്കാം. ഓക്കെ, ദെൻ ഈ 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കുന്ന സമയത്ത് അഗെയിൻ സൈൻ എൻ പൈ എക്സിന് വരെ എന്ത് ചെയ്യാം, 0 ബൈ എൽ, സൈൻ 0 എന്ന് വരും. സൈൻ 0 എന്ന് പറയുമ്പോഴും ഈ ഫാക്ടർ എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ എൽ കൊടുക്കുമ്പോഴും 0 കൊടുക്കുമ്പോഴും 2x ഇൻറ്റു 3x² ഇൻറ്റു മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഫാക്ടർ എപ്പോഴും എത്രയാണ്, 0 ആണ്. സോ ഈ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻ്റഗ്രേഷനിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഫാക്ടർ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. മൂന്നാമത്തെ ഫാക്ടർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കുക. എഗെയിൻ സൈനിൻ്റെ ഫോമാണ്, ഇതേപോലത്തെ ഫാക്ടർ. നേരത്തെ പ്രശ്നക്കാരൻ ആരായിരുന്നു, മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ്. അതേപോലത്തെ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് സംഭവിക്കും, വീണ്ടും ആ ഫാക്ടർ എൽ കൊടുക്കുമ്പോഴും 0 കൊടുക്കുമ്പോഴും സൈൻ എൻ പൈയും സൈൻ 0യും വന്നുകൊണ്ടിരിക്കും. സോ ആ ഫാക്ടർ എന്തായി പോകും, ക്യാൻസൽ ആയി പോകും, ഐ മീൻ 0 ആയി പോകും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന റിമൈനിങ് ഫാക്ടർ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുത്തേക്കാം, എൽ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് നോക്കുക, എന്ത് വരും, ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ 2k ബൈ എൽ അപ്ലൈ ചെയ്യാം. എൽ അപ്ലൈ ചെയ്യുമ്പം എൽ സ്ക്വയർ മൈനസ് എൽ ക്യൂബ് ഇൻറ്റു കോസ് എൻ പൈ എൽ ബൈ എൽ ഡിവൈഡ് ബൈ എൻ പൈ ബൈ എൽ. ദെൻ അടുത്തത് ഈ ഫാക്ടറിന് കൊടുക്കണം. ഈ ഫാക്ടറിന് കൊടുക്കുമ്പം 2 മൈനസ് 6l ഇൻറ്റു കോസ് എൻ പൈ എക്സിന് വരെ എൽ കൊടുക്കുക, കോസ് എൻ പൈ എൽ ഡിവൈഡ് ബൈ എൻ പൈ ബൈ എൽ ഹോൾ ക്യൂബ്. ഈ പറഞ്ഞ 2 ഫാക്ടർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കി എന്തായി പോയി, 0 ആയിപ്പോയി. അതിൻ്റെ കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ടേം ഈ രൂപത്തിലേക്ക് വരും. ദെൻ ആലോചിച്ച് നോക്കാം, ഇവിടെ എൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വരിക, ഞാൻ അപ്പുറം പറഞ്ഞ പോലെ ഈ ഫാക്ടറിൽ കോസ് എൻ പൈ ബൈ എൽ ആ ഫോമിൽ വരും. ദെൻ ഇവിടെ എന്ത് തന്നെ വരും, കോസ് എൻ പൈ ബൈ എൽ എന്നുള്ളൊരു കേസായിട്ട് വരും. ഓക്കെ, ഇതാണ് കോസ് എൻ പൈ. ആദ്യത്തിൽ എന്ത് തന്നെ വരും, കോസ് എൻ പൈ എന്നുള്ള ഫോമിൽ വരും. ഇനി 0 കൊടുക്കുന്ന സമയത്ത് ഈ ഫാക്ടർ എന്തായി പോകും, 0 ആയി പോകും. ഈ ഫാക്ടറിൽ 0 കൊടുക്കുമ്പം 2 ഇൻറ്റു ഈ പറഞ്ഞിരിക്കുന്ന കോസ് 0 എന്നുള്ളൊരു ഫാക്ടർ വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്. ഈ 6xൻ്റെ ഫാക്ടർ അങ്ങ് പോകും. സോ 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എന്തുണ്ടാവും, എൻ പൈ ബൈ എൽ ഹോൾ ക്യൂബ് എന്നുണ്ടാവും. ഓക്കെ, അപ്പം അതാണ് ഇപ്പുറം വരിക. നോക്കാം, ഇതാ 1 ബൈ എൻ പൈ ബൈ എൽ ഹോൾ ക്യൂബ് എന്ന് പറയുന്നതാണ് എന്തായിട്ട് മാറുന്നത്, എൽ ക്യൂബ് അല്ലെങ്കിൽ എൽ ബൈ എൻ പൈ ഹോൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ അല്ലേ. കാരണം എന്താ, 1 ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ, എ ആണ്. അപ്പോൾ ഇവിടെ നേരെ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. സോ എൽ ബൈ എൻ പൈ ഹോൾ ക്യൂബ് ഈ രൂപത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വരും. ഇൻ്റഗ്രേഷൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൈം വല്ലാണ്ടെങ്കിൽ കൂടി പോകുന്നതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും ഇൻ്റഗ്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.
നമ്മൾ പഠിച്ച ഇൻ്റഗ്രേഷൻ തന്നെയാണ്, ജസ്റ്റ് അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പം കോസ് എൻ പൈയുടെ വാല്യൂ ആലോചിച്ച് നോക്കാം. കോസ് എൻ പൈ എന്തൊക്കെ വരാം? കോസ് പൈ എന്താ? കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. കോസ് 2π എന്താ? 2π 1 ആണ്. കോസ് 3π എന്താ? -1 ആണ്. കോസ് 4π എന്താ? അഗെയിൻ 1 ആണ്. കോസ് 5π എന്ന് പറഞ്ഞാൽ -1, 6π എന്ന് പറഞ്ഞാൽ 1. അതായത് -1 or 1 ആണ് കോസ് എൻ പൈയിൽ വരിക. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് നമ്മൾ എപ്പോഴും എങ്ങനെ പറയും? കോസ് എൻ പൈയിൽ n ഈവൺ ആകുമ്പോൾ 1ഉം n ഓഡ് ആകുമ്പം -1ഉം ആണ്. സോ കോസ് എൻ പൈനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? -1 പവർ n. 1 കൊടുക്കുന്ന സമയത്ത് -1 പവർ 1 -1, 2 കൊടുക്കുന്ന സമയത്ത് -1 പവർ 2 സ്ക്വയർ ആവും, 3 കൊടുക്കുന്ന സമയത്ത് -1 ഹോൾ ക്യൂബ് -1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ആ വാല്യൂ കൊടുക്കുക. ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ an-ൻ്റെ വാല്യൂ ആയി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടു. ആ സിംപ്ലിഫൈ ചെയ്യുന്ന ഫോം ജസ്റ്റ് അവിടെ എഴുതി വെക്കുക. സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണോ എന്നുള്ളത് നോക്കുക. ദെൻ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് കണ്ടീഷൻ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുന്ന കേസിൽ ഒരു ഡെറിവേഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കേസിൽ bn-ൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? bn 0 ആണ്. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുന്ന കേസിൽ നമ്മുടെ ജനറൽ ഫോമിലുള്ള bn-ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ആ ഡെറിവേഷൻ ഒന്നും കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളെ u എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യും? u എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഈ ജനറൽ സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും, ∂u/∂t കണ്ടുപിടിക്കും. എന്നിട്ട് t = എന്ത് കൊടുക്കും? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ ഡെറിവേഷനിൽ കണ്ട സംഭവം തന്നെയാണ്. സോ അതൊന്നും കൂടി ഈ പ്രോബ്ലത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, സോ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ ∂u/∂t കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ഡിഫറൻസിയേഷൻ അതെന്ത് t = 0 എന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? t = 0 കൊടുക്കുന്ന സമയത്ത് ഈ ഫാക്ടർ 1 ആവും, ഈ ഫാക്ടർ 0 ആവും. സോ ഈ പ്രോഡക്റ്റ് ഈക്വൽ ടു ഓക്കെ ഇത് 1 ആയി. ബാക്കി എന്തേ ഉള്ളൂ? ഒരു cn/l ഇൻറ്റു bn ഇൻറ്റു cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. bn ഇൻറ്റു sin nπx/l ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ അഗെയിൻ ഇതിപ്പോൾ ഏത് ഫോമിലായി? ഒരു ഹാഫ് റേഞ്ച് ഫോമിലേക്ക് വരും. സോറി, ഇതിൻ്റെ ഇക്വേഷൻ എന്താ? 0 ആണ്. ഈക്വൽ ടു 0 അല്ല. ഈക്വൽ ടു 0 ആകുമ്പം bn വാല്യൂ എന്തായേ പറ്റൂ? bn = 0 ആയേ പറ്റൂ. ഓക്കെ, നമ്മൾ ഫോറിയർ ഹാഫ് റേഞ്ച് ആവണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഈക്വൽ ടു സം f(x) ആയിരുന്നെങ്കിൽ നമുക്ക് bn-ന് പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവുമായിരുന്നു. ഇവിടെ f(x)ൻ്റെ വാല്യൂ എത്രയാ? 0 ആണ്. സോ bn = നമ്മൾ എങ്ങനെ എടുക്കുക? bn = 1/l എന്നുള്ള മറ്റും എടുക്കുക. 2/l എന്ന് മറ്റും നമ്മൾ എടുക്കുന്നില്ല. അവിടെ f(x)ൻ്റെ വാല്യൂ എത്രയാ? 0 ആണ്. സോ bn വാല്യൂ എത്രയാണ് വരിക? കംപ്ലീറ്റ് ആയിട്ട് 0 എന്ന് വരും. ഓക്കെ, നമ്മൾ ഡെറൈവ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ bn 0 ആണ്. സോ bn 0 ആയതുകൊണ്ട് നമ്മുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെ വരും? ജനറൽ ഇക്വേഷൻ u(x)t ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മ an ഇൻറ്റു കോസ് cnπt/l ഇൻറ്റു bn വാല്യൂ ഇല്ല. സോ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ത് വരും? nπx/l എന്ന് മാത്രം വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ വേർ an is equal to ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ 2k/nπ എന്ന് പറയുന്ന വാല്യൂ ആണ് an-ൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം bn എന്ന് പറയുന്ന ഈ ഇക്വേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇക്വേഷൻ ജനറലായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ വേവിൻ്റെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുന്ന കേസിൽ u(x)t എന്ന് പറഞ്ഞാൽ സിഗ്മ n = 1 to infinity an cos cnπt/l sin nπx/l where an is equal to 2/l integral 0 to l f(x) into sin nπx/l dx. ആ ഇക്വേഷൻ അങ്ങനെ തന്നെ അറിയുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് an-ൻ്റെ വാല്യൂ കണ്ടാൽ മതി. ഇത്ര വലിയ സ്റ്റേജ് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, ദെൻ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദി വൈബ്രേറ്റിംഗ് സ്ട്രിങ് വിച്ച് ഈസ് ഫിക്സഡ് അറ്റ് ദി എൻഡ്സ് x = 0 and x = 2. ശ്രദ്ധിക്കണം, x = l അല്ല, x = 2 ഫിക്സ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് എത്രയാണ്? 2 ആണ്. ഡൺ. ആൻഡ് ദ മോഷൻ ഈസ് സ്റ്റാർട്ടഡ് ബൈ ഡിസ്പ്ലേസിങ് ദ സ്ട്രിങ് ഇൻ ടു ദി ഫോം sin cube πx/2 and releasing it with 0 initial velocity at t = 0. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നു? മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ബൈ ഡിസ്പ്ലേസിങ് ദ സ്ട്രിങ് ഇൻ ടു ദി ഫോം. ഏത് ഫോമിൽ?
സൈൻ ക്യൂബ് പൈ എക്സ് ബൈ 2 ആണ്, എല്ലിന് പകരം 2 ആണ്. ആൻഡ് റിലീസ് ഇറ്റ് വിത്ത് സീറോ ഇനീഷ്യൽ വെലോസിറ്റി. ദെൻ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്താ? അത് അറിയുന്നവർക്ക് വളരെ സിമ്പിളാണ്. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എന്ത് വരും? യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സിഗ്മ എ എൻ കോസ് എൻ പൈ സി ടി ബൈ എൽ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ് ഈ കേസിൽ സൊല്യൂഷൻ വരിക അല്ലേ. അപ്പോൾ ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ആണ്. സോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേറെ എ എൻ ഇസ് ഈക്വൽ ടു 2 ബൈ എൽ. എല്ലിന് വേറെ 2 ആണ്, ആ വാല്യൂ എടുക്കുക. ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത് ഇത് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനായി. അത്ര ചെയ്യാനുള്ളൂ. അല്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനെപ്പോഴും ഡിറൈവ് ചെയ്യുന്നത് സൊല്യൂഷൻ കൃത്യം കൂടി ക്ലിയർ ആയിട്ടെന്ന് വെച്ചിട്ട് ആദ്യം മുതൽ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെ വരും നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇത് ആദ്യം വൈബ്രേറ്റിംഗ് സ്ട്രിങ് ആണ്. സോ വേവ് ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കുക ഫസ്റ്റ്. ദെൻ വേവ് ഇക്വേഷൻ അവിടെ എഴുതി വെക്കുക. ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ് രണ്ടും അപ്ലൈ ചെയ്യുക. ദെൻ ബൗണ്ടറി കണ്ടീഷൻ എപ്പോഴും ഫിക്സ്ഡ് ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ, ഇനീഷ്യൽ വെലോസിറ്റി ഡോ യു ബൈ ഡോ ടി അറ്റ് എക്സ് 0 എത്രയാണ്? 0 ആണ് തന്നിട്ടുണ്ട്, അത് 0 എന്ന് കൊടുക്കുക. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ഇവർ വേറെ രീതി പറഞ്ഞത്. മോഷൻ ഈസ് സ്റ്റാർട്ടഡ് ബൈ ഡിസ്പ്ലേസിങ് ദ സ്ട്രിങ് ഇൻ ടു ദി ഫോം. ഒരു പ്രത്യേക ഫോമിലാക്കിയതിന് ശേഷമാണ് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഫോം ഏതാണ്? സൈൻ ക്യൂബ് പൈ എക്സ് ബൈ 2 ആണ്. സോ അതാണ് സൈൻ ക്യൂബ് പൈ എക്സ് ബൈ 2 ആണ് നമ്മുടെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതാണ് യു ഓഫ് എക്സ് 0. ആ രണ്ട് വാല്യൂ നമ്മൾ എഴുതി വെക്കുക. ദെൻ നമ്മുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. അവിടെ എന്ത് ചെയ്യാം? ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലിന് പകരം ഇവിടെ എന്താ വരിക? 2 ആണ്, അത് ഓർമ്മിക്കുക. ഓക്കെ, യു ഓഫ് 0t രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യു ഓഫ് എൽ ടി ആണ്, പക്ഷെ ഇവിടെ എന്താണ്? യു ഓഫ് 2t ആണ്. അതൊരു പ്രത്യേകമായി ശ്രദ്ധിക്കണം, എഴുതി വെക്കണം. എൽ ഇസ് ഈക്വൽ ടു 2 ആണ്. ദെൻ നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൂപ്പർ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എന്ത്? ജനറൽ ഇക്വേഷൻ. യു ഓഫ് എക്സ് 3 ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് സി എൻ പൈ ടി ബൈ 2 പ്ലസ് ബി എൻ സൈൻ സി എൻ പൈ ടി ബൈ 2 ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ദെൻ നമ്മൾ ഓരോ ഫസ്റ്റത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞു. ദെൻ അടുത്തത് ഇനീഷ്യൽ കണ്ടീഷൻ. അതിൽ ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി പോകും? ഈ ബി എൻ എന്ന് പറയുന്ന ടേം അങ്ങനെ ഇല്ലാണ്ടായി പോകും, 0 ആവും. സോ അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബി എൻ എന്ന് പറയുന്നത് 0 ആണ്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ദെൻ നമ്മുടെ യു ഓഫ് എക്സ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ അവിടെ ഫസ്റ്റത്തെ ഇനീഷ്യൽ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താ? യു ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻ യു ഓഫ് എക്സ് 0 ആണ്. അവിടെ ടി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ അല്ലെങ്കിൽ സൈൻ ക്യൂബ് പൈ എക്സ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ എ എൻ ഇൻറ്റു കോസ് സി എൻ പൈ ടിക്ക് പകരം എന്ത് കൊടുക്കുക? ടിക്ക് പകരം 0 ബൈ 2 പ്ലസ് ഈ ബി എൻ ഇല്ല, സൈൻ എൻ പൈ എക്സ് ബൈ എൽ അതുപോലെ തന്നെ, കാരണം ടി ഈക്വൽ ടു 0 ആണ് കൊടുക്കുന്നത്. ദെൻ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. സൈൻ ക്യൂബ് പൈ എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ സൈൻ എൻ പൈ എക്സ് ബൈ 2. ഓക്കെ, വേറെ ലെങ്ത് 0 to 2 വരെയാണ്. ദെൻ ഇവിടെ വീണ്ടും എന്താണ്? ഒന്നുകിൽ ഹാഫ് റേഞ്ചിൻ്റെ കേസ് ചെയ്യാം, പക്ഷേ സൈൻ ക്യൂബ് കോസ് ക്യൂബ് ഇങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയാണ്. നമുക്ക് സൈൻ ക്യൂബ് തീറ്റേനെ സൈൻ 3 തീറ്റേൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫോം ഉണ്ട്. ഓക്കെ, ഒന്നിക്കൽ ഇൻ്റഗ്രേഷൻ നടത്താം, പക്ഷേ ഇൻ്റഗ്രേഷൻ കുറച്ച് ലെങ്തി ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? ഇതിനെ കമ്പയർ ചെയ്യാന്ന് പറയും മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. സൈൻ ക്യൂബ് എ, അതായത് സൈൻ 3a എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിക്കുന്നതാണ്. 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ. അപ്പോൾ സൈൻ ക്യൂബ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 സൈൻ എ മൈനസ് സൈൻ 3a ഈക്വൽ ടു 4 സൈൻ ക്യൂബ് എ. തിരിച്ചെടുക്കുക. 3 സൈൻ എ മൈനസ് സൈൻ 3a എന്ന് പറയുന്നത് 4 സൈൻ ക്യൂബ് എ ആണ്. therefore സൈൻ ക്യൂബ് എ ഈക്വൽ ടു ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ കിട്ടുന്നതാണ് 1/4 3 സൈൻ എ മൈനസ് സൈൻ 3a. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന സൈൻ ക്യൂബ് എ അതാണെങ്കിൽ ഇപ്പുറം എന്താ ഉള്ളത്? ഏകദേശം സൈൻ ക്യൂബ് എക്ക് പകരം എന്താ ഉള്ളത്? എക്ക് പകരം പൈ എക്സ് ബൈ 2 ഉണ്ട് അല്ലേ? പൈ എക്സ് ബൈ 2 ഉണ്ടല്ലോ. ആ പൈ എക്സ് ബൈ 2 അവിടെ നമ്മൾ ജസ്റ്റ് വേറെ രീതിയിൽ കൊടുക്കുകയാണ്. പൈ എക്സ് ബൈ 2 എന്നുള്ളത് ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്ക് പകരം കൊടുക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? സൈൻ ക്യൂബ്
സൈൻ ക്യൂബ് പൈ എക്സ് ബൈ ടുവിന് പകരം ഞാൻ എന്ത് കൊടുത്തു 1/4 3 സൈൻ പൈ എക്സ് ബൈ ടു മൈനസ് സൈൻ 3 പൈ എക്സ് ബൈ ടു. Okay, that is equal to sigma n equal to 1 to infinity an sin n pi x by 2. കുഴപ്പമില്ലല്ലോ. ദെൻ ആലോചിക്കുക, ഇപ്പുറം നോക്കാം. ഇപ്പുറം സിഗ്മയല്ലേ, സിഗ്മയെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മേന n equal to 1, സാധാ സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യില്ലേ? അത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക? a1 sin n equal to 1 അല്ലേ, പൈ എക്സ് ബൈ 2 പ്ലസ് a2 sin 2 പൈ എന്ത് വരും? എക്സ് ബൈ 2 പ്ലസ് a3 എന്ത് വരും? a3 sin എന്ത് വരും? 3 പൈ എക്സ് ബൈ 2 പ്ലസ് എക്സെട്ര. അതായത് ഈ സാധനത്തിന് ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ദെൻ നമുക്കറിയാം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സൈനിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്ക് തുല്യമാവണമെങ്കിൽ, അല്ലെങ്കിൽ സൈൻ ഇപ്പോൾ ഒരു സംഭവം, ഇപ്പോൾ ഒരു സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ, ഓക്കെ, അത് ഈക്വൽ ടു 4 ഇൻറ്റു അല്ലെങ്കിൽ സം സി ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി എന്താ? സി എന്തായേ പറ്റൂ? 1 ആയേ പറ്റൂ. അതെങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്? സൈൻ എക്സിൻ്റെ കോയിഫിഷ്യൻസ് അപ്പുറം ഇപ്പുറം എന്തായിരിക്കണം? സെയിം ആവണം. എപ്പോഴും ശ്രദ്ധിക്കുക, സൈൻ എക്സിൻ്റെ ഒരു ടേം അല്ലെങ്കിൽ കോസ് എക്സിൻ്റെ ഒരു ടേം രണ്ട് സൈഡിലും ഒരേപോലെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, അതിൻ്റെ കോയിഫിഷ്യൻസ് എന്താവുക? സെയിം ആവുക. അപ്പോൾ ഇവിടെ സൈൻ പൈ എക്സ് ബൈ ടുവിൻ്റെ കോയിഫിഷ്യൻ എത്രയാണ്? a1 ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? ഇപ്പം ഒരു സൈൻ പൈ എക്സ് ബൈ 2 എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഓക്കെ, അത് ഏതാണ്? 1/4 ഇൻറ്റു ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 3/4 ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ 2 മൈനസ് 1/4 ഇൻറ്റു സൈൻ 3 പൈ എക്സ് ബൈ 2 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സൈൻ പൈ എക്സ് ബൈ 2വിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? a1 ആണ്. ഇവിടുത്തെ സൈൻ പൈ എക്സ് ബൈ 2വിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3/4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ, അത് ആ രണ്ട് ടേം മാത്രമല്ല, കുറേ സം ഉണ്ട്, പക്ഷെ സം ഈക്വൽ ആവണമെങ്കിൽ ഈ സൈനിൻ്റെ ഓരോ ടേം വൈസ് എന്ത് ചെയ്യണം? ഈക്വൽ ആയേ പറ്റൂ. പോളിനോമിയലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പറുള്ള റൈറ്റ് സൈഡിലുള്ള a1 എന്തിന് തുല്യമാവണം? 3/4 തുല്യമായേ പറ്റും. വേറെ ഒരു പോസിബിലിറ്റിയിലും ഇതെന്താവില്ല? ഈക്വൽ ആവില്ല. ദെൻ അടുത്തത് a2 ഇൻറ്റു സൈൻ 2 പൈ എക്സ് ബൈ 2 ആണ്. അപ്പോൾ a2 ഏതിൻ്റെയാണ്? സൈൻ 2 പൈ എക്സ് ബൈ 2. ഇപ്പുറത്തെ സൈഡിൽ എന്തില്ല? സൈൻ 2 പൈ എക്സ് ബൈ 2 ഇല്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് സൈൻ 2 പൈ എക്സ് ഉണ്ടാവാൻ പാടുണ്ടോ? ഈ ഒരു ടേം ആണ് ഇപ്പുറം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പറുള്ള ടേമിനനുസരിച്ചിട്ട് മാത്രമേ റൈറ്റ് സൈഡിൽ ടേംസ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ സൈൻ ഫാക്ടേഴ്സ് ആണോ ഉള്ളത് അത് മാത്രമേ റൈറ്റ് സൈഡിൽ ഉണ്ടാവൂ, അല്ലാത്തതൊക്കെ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ സൈൻ 2 പൈ എക്സ് ബൈ 2 ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? a2 എന്ന് പറഞ്ഞ ടേം എന്താ? a2 എന്ന് പറഞ്ഞ ടേം 0 ആവണം. ഓക്കെ, അപ്പോൾ a2ൻ്റെ വാല്യൂ എത്രയായി? 0 ആയി. ദെൻ അടുത്തത് a3യിലേക്ക് പോവുക. a3 സൈൻ ക്യൂബ് സൈൻ 3 പൈ എക്സ് ബൈ 2. അപ്പോൾ ഇപ്പുറം നോക്കുമ്പം എന്തുണ്ട്? സൈൻ 3 പൈ എക്സ് ബൈ 2 ഇപ്പറുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ സൈൻ ഈ സൈഡിൽ സൈൻ 3 പൈ എക്സ് ബൈ 2വിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ -1/4 ആണ്. പക്ഷേ ഇപ്പറുള്ള സൈൻ 3 പൈ എക്സ് ബൈ 2വിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? a3 ആണ്. ഓക്കെ, അപ്പോൾ a3 എന്തായേ പറ്റൂ? a3 ഈ പറഞ്ഞിരിക്കുന്ന -1/4 ഈക്വൽ ആയേ പറ്റൂ. ഓക്കെ, ദെൻ അടുത്തത് a4 ആണ്. a4ലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ആകെ 2 ടേമേ ഉള്ളൂ, 2 ടേം മാത്രമേ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. a4 ഇൻറ്റു സൈൻ 4 പൈ എക്സ് ബൈ 2 എന്ന് വരും. പക്ഷെ ആ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തില്ല? ലെഫ്റ്റ് സൈഡിലൊരു ടേം ഇല്ല. സോ a4 എന്തായേ പറ്റൂ? 0 ആണ്. a5 0 ആണ്. a6 0 ആണ്. അങ്ങനെ എല്ലാ ടേംസും എന്താവും? 0 ആവും. ആണല്ലോ. സോ അതാണ് നമ്മളിനി അടുത്തത് എഴുതാൻ പോകുന്നത്. ഈ കമ്പാരിസൺ വെച്ചിട്ടാണ്. അല്ലാത്തവർക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഇൻ്റഗ്രേഷൻ അത്ര എളുപ്പമാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയതാണ് a1 is equal to 3/4, a2 എന്തായിരുന്നു? a2 0 ആണ്, a3 equal to -1/4, a4 equal to 0 ആണ്, a5 equal to 0 ആണ്. ജനറലായിട്ട് ഈ സമ്മേഷനിൽ 2 വാല്യൂ മാത്രമേ നോൺ സീറോ ആയിട്ടുണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ്? 0 ആണ്. ഓക്കെ, ദെൻ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും വരിക? ഈ 2 വാല്യൂസ് മാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. ഓക്കെ, എങ്ങനെ കൊടുക്കും? സോ u of xt becomes u of xt equal to
A1 cos pi t by L പ്ലസ് കോസ് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ എവിടെ കൊടുക്കുക? A1ഉം A3യും എവിടെ കൊടുക്കാം? തൊട്ട് പ്രീവിയസ് ആയിട്ട് വരുന്ന നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ bn 0 ആണ്. ഈ പറഞ്ഞ സൊല്യൂഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? bn 0 ആയതുകൊണ്ട് ആ വാല്യൂസ് മാത്രം ഈ പറഞ്ഞിരിക്കുന്നതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുക. അപ്പം എന്ത് വരും? A1 A2 0 A3ൻ്റെ വാല്യൂ, ആ രണ്ട് വാല്യൂസ് ജസ്റ്റ് അവിടെ കൊടുത്തിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പം എന്ത് വരും? ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ A1 ഇൻറ്റു കോസ് സി പൈ ടി ബൈ 2 സൈൻ എന്ത് വരും? സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അതായത് n = എന്ത് കൊടുത്തു? 1 കൊടുത്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം ഓരോ ടേം വൈസ്. സോ A1 കോസ് സി പൈ ടി ബൈ 2 സൈൻ പൈ എക്സ് ബൈ 2. ഓക്കെ, അപ്പോൾ A1ൻ്റെ വാല്യൂ എത്രയാണ്? 3/4. അത് കൂടി അവിടെ കൊടുത്തേക്കണം. ദെൻ പ്ലസ് A2ൻ്റെ ടേം ഇല്ല. സോ A3 ഇൻറ്റു കോസ് 3c പൈ ടി ബൈ 2 സൈൻ 3πx/2. ദെൻ A3ൻ്റെ വാല്യൂ -1/4. അതും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണെന്ത്? ഫൈനൽ ആൻസർ. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പഠിക്കുന്നതാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ആ വാല്യൂ അങ്ങ് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ?